നമ്മുടെ ദേശീയ പതാക ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും പതാകയാണ്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ദേശീയോദ്ഗ്രഥനത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്നും കിടമത്സരങ്ങളുടെ രംഗമാണ്. തെക്കും വടക്കും തമ്മിൽ മത്സരം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിൽ മത്സരം, ദേശമാത്സര്യം, മതമാത്സര്യം, ജാതി മാത്സര്യം, ഇതിന്നും നമ്മുടെ രാഷ്ട്രത്തിന്റെ നിത്യശാപമാണ്. ഈ പ്രദേശത്തെ സബ് കളക്ടർ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോടൊരു വസ്തുത ഉദാഹരണമായി പറയുവാനുണ്ട്. ആയിരക്കണക്കിന് ഇരുവർഗക്കാർ നമ്മുടെ ഈ മലകളിൽ താമസിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ കലാപരിപാടികൾ പ്രദർശിപ്പിക്കാനാണ് അവരിൽ ചിലർ എത്തിയിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോറത്തിന് മുമ്പിലിരിക്കുന്നത് മുടുകരും ഇരുളരുമാണ്. മുടുകരും ഇരുളരും കറുമ്പരും പരസ്പരം കലഹിച്ചു കഴിയുകയാണ്. ഈ കലഹത്തിന്റെ കാരണക്കാർ കാടിന്റെ ഉടമകളായ ജന്മികളാണ്. അവർക്ക് ഈ പാവങ്ങളെ കുറഞ്ഞ കൂലിക്ക് വേലയ്ക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ ഈ ഗിരിവർഗക്കാരെ കാട് തുട്ടരിച്ച് സ്വന്തമായി കൃഷി ജീവിക്കുവാൻ അവർ സമ്മതിക്കുന്നില്ല. പരിഷ്കാരത്തെ ഇവർ വെറുക്കുന്നു. ഇവരിപ്പോഴും അന്ധവിശ്വാസങ്ങളുടെ അടിമകളാണ്. ഈ ജനവിഭാഗത്തെ കൂടി പട്ടണത്തിലെ പരിഷ്കൃത ജനവിഭാഗങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപരിഷ്കൃതരായ ഈ ജനങ്ങൾക്ക് അവരുടേതായ സംസ്കാരം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന കലാപരിപാടികൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നിങ്ങളെ ഈ പരിപാടികൾ കാണാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കലാപരിപാടികൾ തുടങ്ങുകയാണ്. ആളുകൾ ഇതിന് മുൻവശത്ത് നിന്ന് ഒന്ന് ഒഴിഞ്ഞിരിക്കണം. അടുത്ത പരിപാടി ഒരു ഇരുള യുവാവിന്റെ നൃത്തം. எனக்கறியும் അറിഞ്ഞത് ചൊല്ലേ. காடு சுடாமோ நெஞ்சா കാട് ചുടലാൻ തന്നെ ചിന്നതിര പറഞ്ഞത്. ഇവിടെ സബ് കളക്ടർ മറ്റുള്ളത് അറിഞ്ഞൂടെ? ഈ കഴുതകളെയാണ് സബ് കളക്ടർ നന്നാക്കാൻ നോക്കുന്നത്. ആട്ടെ, ഇവിടെ കിടന്ന് തുള്ളിയത് ആരാണ്? അതിന് മുമ്പേ നിന്ന് പെണ്ണേതാണ്? എടി പെണ്ണേ, നീ സബ് കളക്ടർ അടുത്തേക്കില്ലേ? സബ് കളക്ടറെ ചിന്നതുറ എന്ന് വിളിക്കണ്ട. അധികാരി കൊന്നിടുമേ. അധികാരി കൊല്ലില്ല. നീ പഠിച്ചവ മാതിരി പേസറേ. സബ് കളക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇരുളരും മുടുകരും കുറുമ്പരും എല്ലാം ഒന്ന് തന്നെയാണെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് പശങ്ങളെ പിന്നെ നിന്നെ സബ് കളക്ടർ വിളിക്കുന്നു. ഞാൻ ഇവരുടെ ജീവിതം കുറെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇങ്ങടുത്ത് വരൂ. ഇവൾ മുടുക വംശത്തിൽപ്പെട്ടവളാണ്. ഇവൻ ഇരുളനാണ്. നീ ആദിവാസി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഞാനും പഠിച്ചിട്ടുണ്ട്. എത്ര ക്ലാസ് പഠിച്ചിട്ടുണ്ട്? അത്
പൊങ്കലിലിരുന്ന് ശിവരാത്രി വരെ പഠിച്ചതാ. ഒരു വർഷത്തിൽ പൊങ്കൽ മുതൽ ശിവരാത്രി വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവരുടെ വിദ്യാഭ്യാസം. ഞാൻ 2 കൊല്ലം പഠിച്ചിട്ടുണ്ട്. അധികാരി, താൻ സംസാരിക്കാതിരിക്കേ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ ഓക്കെ. അടുത്ത് നിൽക്കൂ, അടുത്ത് നിൽക്കൂ. എന്താ പേര്? പൊന്നി. പേര് മാറൻ. പൊന്നി, അവൻകിட்ட பேசக்கூடாது. അവൻ നമ്മ ദൈവത്തെ മല്ലീശ്വരനെ നമ്പാത്തവൻ. അവൻ നമ്മ ദൈവത്തെ നമ്പാതവൻ ആര് പറഞ്ഞു? അവൻ കരുവാരിരുളൻ. നീ വാ പൊന്നി. என் மகன் செல்லன் மகள் பொன்னி நன்னா ஆடி இருக்கு. சின்னதுரைக்கு ரொம்ப பிடிச்சது. என் மகள் மாசு கூட நல்லா ஆடி இருக்குது. ஆமா. காடு சொல்லாம சின்னதுரை പറഞ്ഞാ ஏன் விடக்கூடாது? என்ன அங்க எந்தெல்லாம் நடந்தாச்சு? ஆட்டம் ரொம்ப நல்லா இருந்தது. சத்தம் போடாதா. காடு சுடான்னு பறஞ்சாச்சு. ശബ്ദം പോടാതെ തുണ്ടമൂപ്പൻ കേക്കിട്ടും. ഊറ് പണം കിടച്ചാച്ചാ ராக்கும் புகழையும் கஞ்சாவும் கூட்டி துண்டமூப்பனுக்கு வாங்கிருக்கு. ரொம்ப சந்தோஷம். எல்லாரும் வாங்க 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 வாங்க. என்ன பாக்குறேன்? உன்னதான் சீ, மைதானத்தில் ஆடி வந்தப்போ நீ பெண் சாமி ஆயி போயோ? இல்ல, நான் முடுக பொண்ணுதான். அப்போ அடுத்த பொங்கல் ராத்திரி நான் நின்ன பிடிப்பேன். பிடிக்கல. பொங்கல் ராத்திரி நீ பவானி புழையில குளிக்க போவாத? போகும். அப்போ நான் நின்ன பிடிச்சா நின்ற முகத்தை மாத்தி பொழிச்சிடும். பொங்கல் ராத்திரி பெண்ணுங்கள் குளிக்கும் போது ஆணுங்கள் பிடிச்சா அவங்க கூட போனோம். அது ஊரு சட்டம். அந்த சட்டத்தை நான் நம்பல. ஊரு சட்டத்தை நீ நம்ப மாட்டாயா? மல்லீஸ்வரன் கோவிச்சிடும். எங்க புழையில நான் குளிக்கல. தெம்புலி. பொன்னி, பொன்னி. പൊന്നി, ചെല്ലൻ പാടിയിൽ നിന്ന് പോയത് പാത്തേ. അവൻ എന്നെ പിടിക്ക വന്ന, ഞാൻ അവനെ ഓടിച്ചു. ചെല്ലനെ പിടിക്കലേ? എന്നമോ ഇഷ്ടമില്ല. അവന് കഴകിരിക്ക്, ബലം ഇരിക്ക്. எனக்கு அவனை ரொம்ப இஷ்டம். ஆனா அவனுக்கு என்ன வேண்டாம், ஒண்ணு மதி. எனக்கு அவனை வேண்டாம். பொன்னி, பொன்னி, உனக்கு வேற புருஷன் மேல ஆசை இருக்கா? நீ இதுவரைக்கும் மறைச்சு வச்சுட்ட. அந்த புருஷன் யாரு சொல்லு பொன்னி. ஏன் பொன்னி ഒന്നും பேசாம இருக்கேன்? ഇന്ന് ഞാനൊരു പുരുഷനെ കണ്ടു. അവൻ എന്നാ അഴക്. യാരവൻ? മാരൻ. അവൻ ഊര് தெரியல. அவன் அப்பன் பேரு அதுவும் தெரியல. அவனுக்கு அழகு இருக்கு, பலம் இருக்கு. இன்னைக்கு மைதானத்துல ஆடலையா? அவன் தான். ஐயோ, அவன் கருவார இருளன். അവനെത്താൻ എനിക്ക് ഇഷ്ടം. പൊന്നി, ഊരുകാർ അറിഞ്ഞാ ഒന്ന് കൊന്നിടും. മുടുക പെണ്ണ് ഇരുളനെ സ്നേഹിക്ക കൂടാതെ. അവൻ കരുവാര ഇരുളൻ, മല്ലീശ്വരനെ നമ്പാത്തവൻ. எனக்கு பயமா இருக்கு. மல்லீஸ்வரன் கோபிச்சிடும். மாசி, நீ இது யாருக்கிட்டையும் சொல்லாதே. இல்ல, நீ அவனை மறந்துடு. நான் பாடிக்க போறேன்.